ഹായ്, വെൽക്കം ടു അനദർ ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനീമിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യം അനീമിയ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ശരിക്കും അനീമിയ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ് ആണ്, വിച്ച് മീൻസ് ലാക്ക് ഓഫ് ബ്ലഡ്. അതായത് നമ്മുടെ ബോഡിയിൽ എന്തായിരിക്കും റെഡ് ബ്ലഡ് സെൽസിന്റെ RBCയുടെ അല്ലെങ്കിൽ HB ഹീമോഗ്ലോബിന്റെ അളവ് നോർമൽ കൗണ്ടിനേക്കാൾ താഴെ വരുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനീമിയ എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം, നമ്മളിപ്പോ HB ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്നിന് വുമണിന് എല്ലാം ചെറിയൊരു HB ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്നിനും വുമണിന് ചെറിയൊരു ഡിഫറൻസ് പോലെ, അതായത് ഫീമെയിൽസിനാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 12 to 14 വരെ, അല്ലെങ്കിൽ പിന്നെ മെന്നിന്റെ കേസിൽ അത് വരുന്ന സമയത്ത് 13 to 15 വരെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത് ഫീമെയിൽസിന്റെ കേസിൽ 4 to 5ഉം മെയിൽസിന്റെ കേസിലാവുന്ന ടൈമിൽ അത് 5 to 6ഉം ആയിട്ട് വരും. അപ്പൊ ഈ ഒരു കൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നോർമൽ കൗണ്ടുകളാണ്. ഈ ഒരു നോർമൽ കൗണ്ടിന്റെ താഴെ വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? അനീമിയ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനീമിയാസ് ഉണ്ട് അല്ലേ? അതിനു മുമ്പ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനീമിയ പറയുന്ന മുമ്പ് നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു പാത്തോഫിസിയോളജി ആയിട്ട് പറഞ്ഞിട്ട് പോകാം. അതായത് എന്താണ് ഉണ്ടാവുന്നത്? അനീമിയയുടെ ഫസ്റ്റ് ഇത് എന്തായിരിക്കും? അതായത് നമ്മുടെ RBC അല്ലെങ്കിൽ HB അല്ലെങ്കിൽ HCT PCV അതിന്റെ എല്ലാം ഡിക്രീസ് വരും. പിന്നീട് അത് എന്തുകൊണ്ടായിട്ട് മാറും? നമ്മുടെ ഓക്സിജൻ കപ്പാസിറ്റി ഡിമിനിഷ് ചെയ്യും, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും. ഓക്സിജൻ കാരണം നോർമലി എന്തായിരിക്കും HB RBC എല്ലാം കുറയുന്നത് കൊണ്ട് തന്നെ ഓക്സിജൻ കപ്പാസിറ്റിയും കുറയും. അപ്പൊ പിന്നീട് അത് ഹൈപ്പോക്സി ആയിട്ട് മാറും. then it will lead to signs and symptoms of anemia. അങ്ങനെയാണ് പാത്തോഫിസിയോളജി ഒരു നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പാത്തോഫിസിയോളജി പറയുകയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനീമിയാസ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ എന്ന് പറയുന്ന സൈറ്റിൽ ഓൺ ദ ബേസിസ് ഓഫ് കോസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് മോർഫോളജി രണ്ട് മെയിൻ ആയിട്ടുള്ള കോസുകളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ബേസിസ് ഓഫ് മോർഫോളജിയുടെ കേസിൽ വരുന്നതാണ് നോർമോസൈറ്റിക്, മൈക്രോസൈറ്റിക് ആൻഡ് മാക്രോസൈറ്റിക്. നോർമോസൈറ്റിക് എന്ന് പറയുന്ന സമയത്ത് ഏതായിരിക്കും? നോർമൽ ആയിരിക്കും. അതായത് RBCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. മൈക്രോസൈറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്മോളർ ദാൻ ദി നോർമൽ ആയിരിക്കും. മാക്രോസൈറ്റിക് എന്ന് പറയുന്നതായിരിക്കും ലാർജർ ദാൻ ദി നോർമൽ ആയിരിക്കും അതിന്റെ സൈസ് വരുന്നത്. ഇത് എന്താണ്? അനീമിയ, അതായത് നോർമോസൈറ്റിക് അനീമിയ, മൈക്രോസൈറ്റിക് അനീമിയ ആൻഡ് മാക്രോസൈറ്റിക് അനീമിയ. നോർമോസൈറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് കുറവാണ്, നമ്മുടെ നോർമൽ കൗണ്ട് എല്ലാം കുറവാണെങ്കിൽ കൂടി എന്താണ്? സൈസ് നോർമൽ തന്നെയാണ്. മൈക്രോസൈറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? കൗണ്ടും കുറവാണ്, അതുപോലെ തന്നെ എന്താണ് വരുന്നത്? സൈസും കുറവായിട്ടാണ് വരുന്നത്. പക്ഷെ മാക്രോസൈറ്റിക് എന്ന് പറയുന്ന ടൈമില് കൗണ്ട് കുറവാണെങ്കിൽ കൂടി സൈസ് എന്തായിട്ടാണ് വരുന്നത്? ലാർജർ ദാൻ ദി നോർമൽ ആണ് വരുന്നത്. ഇനി നമുക്ക് ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ പിക്ചേഴ്സിന്റെ നമുക്ക് ഒന്ന് രണ്ട് അനീമിയാസ് പറയാം. അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, അതായത് നമ്മൾ ടൈപ്സ് ഓഫ് അനീമിയാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ, ഹീമോലിറ്റിക് അനീമിയ, സിക്കിൾ സെൽ അനീമിയ, അപ്ലാസ്റ്റിക് അനീമിയ, ഇങ്ങനെയെല്ലാം ടൈപ്സ് ഓഫ് അനീമിയാസ് ഉണ്ട്. അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൽ ഏതാ എനിക്ക് ഡെഫിഷ്യൻസി ആയിട്ടുള്ളത്? അയൺ ഡെഫിസിറ്റ് ആയിട്ട് വരുന്ന ഒരു അനീമിയന്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പറയുന്നത് എക്സസീവ് ലോസ് ഓഫ് അയൺ ആയിരിക്കും എന്തിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് വുമണിനാണ്. അതായത് പിന്നെ മെൻസ്ട്രൽ ബ്ലഡ്, അതുപോലെ തന്നെ ഗ്രോയിങ് ഫീറ്റസ്, അങ്ങനെയൊക്കെ വരുന്ന കേസിലുള്ള പിന്നെ വുമൻസിനായിരിക്കും എന്തായിട്ടുണ്ടാവുക? ഒരുപാട് റിസ്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയന്റെ കോസ് എന്ന് പറയുന്നത് ലെസ് ഇൻടേക്ക് ഓഫ് വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡ്. അതായത് നമ്മൾ വൈറ്റമിൻ B12ന്റെയും ഫോളിക് ആസിഡിന്റെയും ഇൻടേക്ക് കുറയുന്ന ടൈമിൽ ഉണ്ടാവുന്ന അനീമിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് വരുന്നത് പെർനീഷ്യസ് അനീമിയ ആണ്. പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ സ്റ്റൊമക്കിനെ വൈറ്റമിൻ B12നെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി റെഡ്യൂസ് ചെയ്യുക. അതായത് അതിന്റെ ഇനബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
അതാണ് എന്തിലോട്ട് ലീഡ് ചെയ്യുന്നത്, പെർനീഷ്യസ് അനീമിയയിലോട്ട് ലീഡ് ചെയ്യുന്നത്. വൈറ്റമിൻ B12 എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സ്റ്റൊമക്കിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ എബിലിറ്റി എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ കാപ്പബിലിറ്റി എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാണ്. ആ ഒരു പിന്നെ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് ആ ഒരു ഇത് കോസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർനീഷ്യസ് അനീമിയ. ഇതെല്ലാം ഇതിന്റെ കോസുകളാണ്. അയൺ ഡെഫിഷ്യൻസി ആകുമ്പോൾ എന്തായിരിക്കും, എക്സസീവ് ലോസ് ഓഫ് അയൺ ആയിരിക്കും. അതുപോലെ മെഗാലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ഇൻടേക്ക് ഓഫ് വൈറ്റമിൻ B12 ആൻഡ് ഫോളിക് ആസിഡിന്റെ ലെസ് ഇൻടേക്ക് ആണ്. പെർനീഷ്യസ് അനീമിയ എന്തുകൊണ്ടാണ്, നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇനബിലിറ്റിയാണ്. എന്തിന്, നമ്മുടെ വൈറ്റമിൻ B12 സ്മോൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്യാനുള്ള അതിന്റെ ഒരു ഇനബിലിറ്റിയാണ് പിന്നെ എന്തിന്റെ കോസായിട്ട് വരുന്നത്, പെർനീഷ്യസ് അനീമിയയുടെ കോസായിട്ട് വരുന്നത്. അതുപോലെ ഹീമോലിറ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനീമിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരിക്കും, RBC പ്ലാസ്മ മെംബ്രെയിൻ ഒക്കെ റപ്ചർ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് വരുന്നത്, അതാണ് പിന്നെ നമ്മുടെ ഹീമോലിറ്റിക് അനീമിയയുടെ ഒരു കോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോർമോസൈറ്റിക് ആണ്, അതുപോലെ മൈക്രോസൈറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. നോർമോക്രോമിക് നോർമോസൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ് അനീമിയാസ് ഓഫ് ക്രോണിക് ഡിസീസ്, അതുപോലെ ഹീമോലിറ്റിക് അനീമിയ, പ്ലാസ്റ്റിക് അനീമിയ എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഹൈപ്പോക്രോമിക് മൈക്രോസൈറ്റിക് അനീമിയാസ് ആണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ, താലസീമിയ എന്നൊക്കെ പറയുന്നത്. നോർമോക്രോമിക് മാക്രോസൈറ്റിക് അനീമിയാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അതായത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ഫോളേറ്റ് ഡെഫിഷ്യൻസി. അപ്പൊ ഏതായിരുന്നു അനീമിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിന്റെ ഒരു ഇൻടേക്കിന്റെ കുറവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പൊ അതൊക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്കൊരു കോമൺ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും അനീമിയക്ക് ഉണ്ടായിരിക്കുക, ഫാറ്റീഗ് ഉണ്ടായിരിക്കും, ഡിസിനസ് ഉണ്ടായിരിക്കും, ഫെയിന്റിങ് ഉണ്ടായിരിക്കും, BP എന്തായിരിക്കും, ലോ ആയിരിക്കും, ചെസ്റ്റ് പെയിന്, ആൻജിന, അതുപോലെ തന്നെ പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, നമ്മുടെ സ്കിന്നിന്റെ പെയിൽനെസ്. നമുക്ക് RBCയും HB ഒക്കെ കുറവാകുമ്പോൾ തന്നെ എന്തായിരിക്കും, നമുക്കൊരു പെയിലായിട്ട് ഒരു വിളറിയ കളറായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ ഇതൊക്കെ കോമൺ സിംറ്റംസ് ആണ്. ഇതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഫാറ്റീഗ്, ഡിസിനസ്, ഫെയിന്റിങ്, അതുപോലെ തന്നെ എന്താണ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് വരുന്നത്, റെസ്പിറേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്, ചെസ്റ്റ് പെയിന്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ പെയിൽനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി മോസ്റ്റ് സെൻസിറ്റീവ് ഏർലി മാർക്കർ ഓഫ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ ഏർലി മാർക്കർ ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ B സിറം ഫെറിറ്റിൻ ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ഉള്ളത്. കാരണം സിറം ഫെറിറ്റിൻ ആണ് എന്ത് ഏർലിയസ്റ്റ് മാർക്കർ. എന്തുകൊണ്ടാണ്, അത് നമ്മുടെ പിന്നെ ബോഡിയിലുള്ള അയൺ സ്റ്റോറിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ ടൈമിൽ HB കുറയുന്നതിനേക്കാൾ മുൻപ് കുറയുന്നത് ഏതാണ്, ഫെറിറ്റിൻ ആണ്. അത് നമ്മുടെ ബോഡിയിലുള്ള അയൺ സ്റ്റോറിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഏർലി മാർക്കർ ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. HB ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ആണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അത് കുറയുന്നത് ഏതിനു ശേഷം മാത്രമാണ്, ഫെറിറ്റിൻ കുറഞ്ഞതിന് ശേഷം മാത്രമേ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കേസിൽ HB കുറയുള്ളൂ. അതുകൊണ്ടാണ് ഫെറിറ്റിൻ ആണ് നമ്മുടെ ഏർലിയസ്റ്റ് മാർക്കർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ MCV എന്ന് പറയുന്നതും എന്താണ്, MCV ഡിക്രീസ് ചെയ്യുന്നത് ലേറ്റർ ആയിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. ട്രാൻസ്ഫറിൻ സാച്ചുറേഷനും അതുപോലെ തന്നെയാണ് ലേറ്റർ ആയിട്ട് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഫെറിറ്റിൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഏർലിയസ്റ്റ് ആയിട്ട് ഡിക്രീസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഏർലി മാർക്കർ ആയിട്ട് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ടിപ്പിക്കലി സീൻ. അനീമിയ ക്രോണിക് ഡിസീസിൽ ടിപ്പിക്കലി ഏതാണ് സീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. നോർമൽ ഓർ എലിവേറ്റഡ് സിറം ഫെറിറ്റിൻ ലെവൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേഷൻസ് എന്ത് ചെയ്യും, നമ്മുടെ ക്രോണിക് ഇൻഫ്ലമേഷൻസിന്റെ കേസിൽ ഫെറിറ്റിന്റെ ലെവൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ ഫങ്ഷണൽ അയൺ സ്റ്റോർസ് ഡിപ്ലീറ്റ് ചെയ്താൽ പോലും നമ്മുടെ ക്രോണിക് ഇൻഫ്ലമേഷന്റെ കേസിൽ എന്താണ്, സിറം ഫെറിറ്റിൻ ലെവൽസ് എപ്പോഴും ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന കേസിൽ. അതുകൊണ്ടാണ് ക്രോണിക് അനീമിയസിന്റെ കേസിൽ എന്ത് ചെയ്യുന്നത്, സിറം ഫെറിറ്റിൻ നോർമൽ അല്ലെങ്കിൽ എലിവേറ്റഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ബാക്കിയുള്ള കേസുകൾ എന്ന് പറയുമ്പോൾ
ലോ ട്രാൻസ്ഫർ ഇൻ സാച്ചുറേഷൻ. ലോ ട്രാൻസ്ഫർ ഇൻ സാച്ചുറേഷൻ പക്ഷെ ഒരു ട്രൂ ആൻസർ ആണ്. പക്ഷെ എന്താണ് ഇത് അയൺ ഡെഫിഷ്യൻസി അനീമിയയിലും എന്തായിരിക്കും ലോ ട്രാൻസ്ഫർ ഇൻ സാച്ചുറേഷൻ തന്നെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പിന്നെ കറക്റ്റ് ആയിട്ട് പറയാത്തത്. പിന്നെ നെക്സ്റ്റ് ഹൈ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, അതായത് TIBC ഹൈ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ TIBC എന്താണ് ക്രോണിക് ഡിസീസിൽ, അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിൽ TIBC ഹൈ ആയിരിക്കില്ല, ഡിക്രീസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ലോ സിറം ഫെറിറ്റിൻ എന്ന് പറയുന്നുണ്ട്. ഫെറിറ്റിൻ ലോ ആയിരിക്കില്ല, പിന്നെ ഫെറിറ്റിൻ എന്തായിരിക്കും ചിലപ്പോൾ ഓഫൻ പിന്നെ നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ എലിവേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇതൊന്നും അതിന്റെ ആൻസർ അല്ല നമ്മുടെ പിന്നെ കാരണം അത് നമ്മൾ പിന്നെ പ്രത്യേകം പറയാത്തത് ലോ സെറിറ്റിൻ സോറി പിന്നെ നമുക്കറിയാലോ നമ്മൾ പറഞ്ഞല്ലോ ക്രോണിക് ഇൻഫ്ലമേഷന്റെ കേസിൽ എന്തായിരിക്കും ഓൾറെഡി സിറം ഫെറിറ്റിൻ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് പിന്നെ ഡിസ്കഷൻ കാര്യം വരുന്നില്ല, പക്ഷെ ജസ്റ്റ് പറഞ്ഞു മാത്രം. ബാക്കിയെല്ലാം അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. പക്ഷെ എന്താണ് ലോ ട്രാൻസ്ഫർ സാച്ചുറേഷൻ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അയൺ ഡെഫിഷ്യൻസി അനീമിയയോട് കൂടി കാണുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത് നമ്മൾ ഒരു സ്പെസിഫിക് അല്ല എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് കോമൺ കോസ് ഓഫ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയുടെ കോസ് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരുന്നു നമ്മൾ കോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ ജസ്റ്റ് അനീമിയയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ് മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് അനീമിയ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഗാലോബ്ലാസ്റ്റിക് അനീമിയ മാക്രോസൈറ്റിക് അനീമിയക്ക് ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ കോസ് എന്ന് പറയുന്നത് ഏതായിരുന്നു വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിക്കും എന്ത് ചെയ്യാം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ കോസ് ചെയ്യാം, പക്ഷെ എന്താണ് ലെസ് കോമൺ ആണ്. ഓക്കെ, നമ്മൾ പിന്നെ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് പറ്റുന്ന ഏതാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. ഫോളിക് ആസിഡ് നമ്മൾ ജസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടി കൂടുതലായിട്ട് സ്പെസിഫിക് ആയിട്ട് വരുന്നത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. നെക്സ്റ്റ് പറയുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ്. അയൺ ഡെഫിഷ്യൻസി എന്താണ് പിന്നെ മൈക്രോസൈറ്റിക് ആണ്, അതുപോലെ എന്താണ് ഒരിക്കലും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ കോസ് ചെയ്യില്ല. അയൺ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഏതാണ് ഡെഫിഷ്യൻസി അനീമിയാണ് കോസ് ചെയ്യുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് എന്താണ് ക്രോണിക് കിഡ്നി ഡിസീസ് കോസ് ചെയ്യുന്നത് നോർമോസൈറ്റിക് അനീമിയ ആയിരിക്കും. അതായത് നമ്മുടെ പിന്നെ എറിത്രോപോയിറ്റിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഡിക്രീസ് ചെയ്യായിരിക്കും എന്ത് ചെയ്യുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് കിഡ്നി ഇമ്പയർഡ് ആണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും എറിത്രോപോയിറ്റിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ നമുക്ക് നോർമോസൈറ്റിക് അനീമിയ ആയിരിക്കും കോസ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണ് എന്തിന് കാരണമായിട്ടുള്ളത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ബാക്കി ജസ്റ്റ് അപ്പോൾ നിങ്ങൾ അതിന്റെ ഒരു പോയിന്റ് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസിന്റെ സമയത്ത് എന്തായിരിക്കും എറിത്രോപോയിറ്റിന്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. പിന്നെ അത് എന്താണ് കോസ് ചെയ്യുന്നത് നോർമോസൈറ്റിക് അനീമിയ. അപ്പൊ ഇങ്ങനെ രണ്ട് പോയിന്റുകൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് വെക്കാം. നെക്സ്റ്റ് വരുന്നത് എ 35-year-old woman with a history of heavy menstrual bleeding present with fatigue and pallor, laboratory show HB 8 gram per day, MCV 70 femtoliter and serum ferritin 8 nanogram per ml. What is the most likely diagnosis? ഇത് നമുക്കൊരു കേസ് സ്റ്റഡി പോലെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ എല്ലാ പിന്നെ നമുക്ക് എന്ത് പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഏതാണ് അതിന്റെ ഡയഗ്നോസിസ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നോർമൽ റേഞ്ചിലാണെന്നുള്ളതാണ്. HB കുറവാണെന്ന് നമുക്ക് മനസ്സിലായി, അതുപോലെ തന്നെ MCV കുറവാണ്, ഫെറിറ്റിനും എന്താണ് ലോ ആണ്, നമ്മുടെ നോർമൽ വാല്യൂവിനേക്കാളും എല്ലാം കുറവാണ്. അപ്പൊ ഇതെല്ലാം മാച്ച് ചെയ്യുന്നത് ഏതിലാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് താലസീമിയ മൈനർ ആണ്. അപ്പൊ നമുക്ക് ഇത് അറിഞ്ഞിരിക്കണം, അതായത് എല്ലാ കണ്ടീഷനിലും എങ്ങനെയായിരിക്കും ഈ പാരാമീറ്റേഴ്സ് ഒക്കെ വരിക എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. താലസീമിയ മൈനറിൽ എന്തായിരിക്കും MCV എല്ലാം കുറവ് തന്നെ ആയിരിക്കും, പക്ഷെ എന്താണ് ഫെറിറ്റിൻ ലോ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഫെറിറ്റിൻ നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും എലിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും താലസീമിയ മൈനർ അല്ല. അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് ഓപ്ഷൻ സി വരുന്നത്. അപ്പൊ എന്താണ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നോർമൽ അല്ലെങ്കിൽ എലിവേറ്റഡ് സിറം ഫെറിറ്റിൻ ആയിരിക്കും. അപ്പൊ ഫെറിറ്റിൻ ഇവിടെ എന്താണ് കുറവാണ്, അപ്പൊ അതുമല്ല. പിന്നെ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ, അപ്പൊ അതേ ഒരു കേസിലേ വരുന്നില്ല. നമുക്ക് എന്താണ് സിഡ്രോബ്ലാസ്റ്റിക് റിംഗ് ഒക്കെ നമ്മൾ ബോൺമാരോയില് കണ്ടിട്ടാണ് നമ്മൾ സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ, അത് റെയർ കേസ് ആണ് എങ്കിൽ പോലും നമ്മൾ എന്താണ് അങ്ങനെയാണ് അതിനെ എന്ത് ചെയ്യുന്നത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഒരു കേസ് എന്ന് വരുന്നത് ഏതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ എന്തായിരിക്കും HB കുറവായിരിക്കും, MCV കുറവായിരിക്കും, ഫെറിറ്റിൻ കുറവായിരിക്കും, എല്ലാം കുറവായിരിക്കും. പക്ഷെ ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി TIBC മാത്രം കൂടുതലായിരിക്കും. അത് ഇതിലില്ല, ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് ഒരു
പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. നമുക്ക് എപ്പോഴും അതുകൊണ്ടാണ് നോർമൽ വാല്യൂ നമുക്ക് ജസ്റ്റ് മനസ്സിലറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. താലസീമിയ മൈനറിലും അതുപോലെ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിലും എന്തായിരിക്കും, ഫെറിറ്റിന് ലോ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് എലിവേറ്റഡ് ആയിരിക്കും. ഇതിൽ അങ്ങനെയല്ല. പിന്നെ താലസീമിയ മൈനറിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, MCV എന്താണ്, അയൺ ഡെഫിഷ്യൻസി അനീമിയ പോലെ തന്നെ ലോ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആൻഡ് അനീമിയ ഓഫ് ക്രോണിക് ഡിസീസ്. അതായത് അനീമിയ, ഈ രണ്ട് അനീമിയാസിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, സിറം സൊല്യൂബിൾ ട്രാൻസ്ഫറിംഗ് റിസപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് അനീമിയസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സിറം സൊല്യൂബിൾ ട്രാൻസ്ഫർ റിസപ്റ്റർ എന്ന് പറഞ്ഞത്? ബോൺ മാരോ ബയോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് റയർലി നീഡഡ് ആണ് ഇതിന് വേണ്ടിയിട്ട്. സിറം ഫെറിറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെറിറ്റിൻ എന്ത് ചെയ്യും, ചിലപ്പോൾ ബോത്ത് കണ്ടീഷനിൽ ഓവർലാപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അത് ഇൻഫ്ലമേഷന്റെ കണ്ടീഷനിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നോർമൽ ആയിരിക്കും, ചിലപ്പോൾ എലിവേറ്റഡ് ആയിരിക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ലോ ആയിരിക്കും എന്തില്, അയൺ ഡെഫിഷ്യൻസിയിൽ. അപ്പൊ അത് നമുക്കൊരു അത്രയും ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിട്ട് നോക്കാൻ പറ്റില്ല. പക്ഷെ സിറം സൊല്യൂബിൾ ട്രാൻസ്ഫറിംഗ് റിസപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, അയൺ ഡെഫിഷ്യൻസി അനീമിയന്റെ കേസിൽ എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യും. പക്ഷെ അനീമിയ ഓഫ് ക്രോണിക് ഡിസീസിന്റെ കേസിൽ റിമൈൻസ് നോർമൽ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിറം സൊല്യൂബിൾ ട്രാൻസ്ഫറിംഗ് റിസപ്റ്റർ ആണ് ഇതിനെ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ റെറ്റിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരിക്കലും നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് നമ്മൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, റെറ്റിക്കുലോസൈറ്റ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മുടെ ബോൺ മാരോന്റെ ആക്ടിവിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇതിൽ പിന്നെ അതിന് കണക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കൂടി ബോൺ മാരോയുടെ ആക്ടിവിറ്റിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, റെറ്റിക്കുലോസൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സിറം സൊല്യൂബിൾ ട്രാൻസ്ഫറിംഗ് റിസപ്റ്റർ ആണ് ഇതിനെ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. Which genetic mutation is commonly associated with hereditary spherocytosis? ഏതൊരു ജനറ്റിക് മ്യൂട്ടേഷൻ ആണ് നമ്മുടെ ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഇതാണ്, ഓപ്ഷൻ ബി ആണ്. സ്പെക്ട്രിൻ ഓർ ആങ്കറിംഗ് ജീൻ ആണ് ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്, നമ്മൾ ആൻസർ പറഞ്ഞിട്ടാണ് സ്പെക്ട്രിൻ ഓർ ആങ്കറിൻ ജീനാണ് എന്ത് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാക്കിയുള്ള ഇപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരും, ഇപ്പൊ ബാക്കിയുള്ളതും ഏതൊക്കെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അതായത് സ്പെക്ട്രിൻ ഓർ ആങ്കറിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ സൈറ്റോസ്കെലറ്റൽ പ്രോട്ടീൻ ആയിട്ടുള്ള സ്പെക്ട്രിൻ ഓർ ആങ്കറിൻ പോലുള്ള ഡിഫക്റ്റ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ് കോസ് ചെയ്യുന്നത്. അത് പിന്നെ എന്ത് ചെയ്യും, ലീഡിങ് ടു ഹീമോലിസിസ് ആൻഡ് സ്ഫീറോസൈറ്റ്സ്. പിന്നെ അത് ഹീമോലിസിസ് ആയിട്ട് പിന്നെ അതെന്തായിട്ട് മാറും, സ്ഫീറോസൈറ്റ്സ് ആയിട്ട് മാറും. അതായത് നമ്മുടെ സൈറ്റോസ്കെലറ്റൽ പ്രോട്ടീൻസ് ആണ് എന്ത് സ്പെക്ട്രിൻ ഓർ ആങ്കറിൻ എന്ന് പറയുന്നത്. അതിനുള്ള ഡിഫക്റ്റ് ആണ് എന്ത് കോസ് ചെയ്യുന്നത്, നമ്മുടെ ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ് കോസ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. അതുപോലെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് HFE ജീനാണ്. അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഹെറിഡിറ്ററി ഹീമോക്രൊമാറ്റോസിസ് ആണ്. HH ജീൻ എന്ന് നമ്മൾ പറയും, ഹെറിഡിറ്ററി ഹീമോക്രൊമാറ്റോസിസ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കേണ്ടത് തന്നെയാണ്. ഹെറിഡിറ്ററി ഹീമോക്രൊമാറ്റോസിസ് ആണ്. G6PD എന്തായിരിക്കും, അതല്ലാതെ മ്യൂട്ടേഷൻ G6PD വരുന്നത് G6PD ഡെഫിഷ്യൻസി ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് JAK2 ആണ്. അത് വരുന്നത് നമ്മുടെ മൈലോപ്രോലിഫറേറ്റീവ് ഡിസോർഡേഴ്സിലാണ് അത് സീൻ ചെയ്യുന്നത്, ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിലല്ല. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ സ്പെക്ട്രിൻ ആങ്കറിൻ ആണ്. പക്ഷെ ബാക്കി എല്ലാം കാണുന്നതും ഏതിൽ കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നത് HFE ജീന് ഹീമോക്രൊമാറ്റോസിസിലാണ്. G6PD പിന്നെ അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ G6PD ഡെഫിഷ്യൻസി ആയിരിക്കും. JAK2 ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും, സീൻ ചെയ്യുന്ന ഇതിലാണ് മൈലോ പ്രോലിഫറേറ്റീവ് ഡിസോർഡർ ആണ്. സ്പെക്ട്രിൻ ഓർ ആങ്കറിൻ ആണ് ഇതിൽ വരുന്നത്, ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എ പേഷ്യന്റ് വിത്ത് സിക്കിൾ സെൽ അനീമിയ ഈസ് അറ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഫെക്ഷൻ. അതായത് സിക്കിൾ സെൽ അനീമിയ ഉള്ള കേസിന് പിന്നെ ഒരു പേഷ്യന്റിന് ഇതിലേതാണ് ഇതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. എന്തുകൊണ്ടായിരിക്കും, നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്താണ്, ഒരു എൻകാപ്സുലേറ്റഡ് ഓർഗാനിസം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് പെർട്ടിക്കുലർലി ഡേഞ്ചറസ് ആയിരിക്കും ഫോർ ദിസ് പേഷ്യന്റ്. അത് എന്തുകൊണ്ടാണ്, അവരെന്ത് ചെയ്യും, നമ്മുടെ
ഇന്നേറ്റ് ഇമ്മ്യൂൺ ഡിഫൻസിനെ ഇൻവേഡ് ചെയ്യും. അതുപോലെ പ്രോപ്പർ ഒബ്സർവൈസേഷൻ ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇൻവേഡ് ചെയ്യും. അങ്ങനെ അവർക്ക് ഡിസീസ് കോസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ കോസ് ഓഫ് സിവിയർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് സിക്കിൾ സെൽ പേഷ്യൻസിൽ ഈ ഒരു എൻകാപ്സുലേറ്റഡ് ഓർഗാനിസം. ബാക്കിയൊന്നും തന്നെ എന്തില്ല, അത്രയും റിസ്കിൽ തന്നെയല്ല, ബാക്കിയൊന്നും തന്നെ സിക്കിൾ സെൽ അനീമിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്കിപ്പം ജസ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഒരു എൻകാപ്സുലേറ്റഡ് ഓർഗാനിസം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ ഇൻവാഡ് ചെയ്തിട്ട് പ്രോപ്പർ ഒബ്സർവേഷൻ ഒന്നും വേണ്ടവർക്ക് അങ്ങനെ തന്നെ ഇൻവാഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്, ഡേഞ്ചർ റിസ്കിലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത്, in vitamin B12 deficiency, which of the following finding is typically seen? vitamin B12 deficiencyയുടെ കേസിൽ ഏതാണ് കാണുന്നത് എന്നതാണ്. കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഏതാണ്, ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽ ആയിരിക്കും കാണുന്നത്. അതായത് പിന്നെ ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് നമ്മുടെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയുടെ ഒരു ഹാൾമാർക്കാണ്. അത് എന്തിലൊക്കെ കാണും, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിലും അതുപോലെ തന്നെ ഫോളേറ്റ് ഡെഫിഷ്യൻസിയിലും കാണും. നമ്മൾ പറഞ്ഞു അതിന്റെ പിന്നെ ഇത് കോസ് ചെയ്യുന്നത് ഏതായിരുന്നു, മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പിന്നെ അതിനെ മാത്രം നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ്. അതിന്റെ ഒരു ഹാൾമാർക്ക് എന്ന് പോലെയാണ് നമ്മളത് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി വരുന്നത് എലിവേറ്റഡ് ഹാപ്റ്റോഗ്ലോബിൻ ആണ്. ഹാപ്റ്റോഗ്ലോബിൻ ലെവൽസ് എന്താണ് ചെയ്യുന്നത്, ഹാപ്റ്റോഗ്ലോബിൻ ലെവൽസിന് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷെ ഹീമോലിറ്റിക് അനീമിയയുടെ കേസിൽ എന്ത് ചെയ്യും, ഹാപ്റ്റോഗ്ലോബിൻ ലെവൽസ് പിന്നെ എലിവേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അതുപോലെ എന്താണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു B12 ഡെഫിഷ്യൻസിന്റെ കേസിൽ അത്ര റെലവെന്റ് ഒന്നുമല്ല. പക്ഷെ ഇതിന്റെ നമ്മുടെ ഹീമോലിറ്റിക് അനീമിയയുടെ കേസിൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട്, MMA ലെവൽസ് പറയുന്നുണ്ട്, ഡിക്രീസ്ഡ് ആണ് പറയുന്നത് അല്ല. പക്ഷെ MMA ലെവൽസ് എന്തായിരിക്കും, എലിവേറ്റഡ് ആണ് ചെയ്യുന്നത്. വൈറ്റമിൻ B12 ഡിക്രീസ്ഡ് അല്ല. പിന്നെ നോർമൽ ഹോമോസിസ്റ്റീൻ ലെവൽസ് പറയുന്നുണ്ട്. ഹോമോസിസ്റ്റീൻ ലെവൽസ് എന്തായിരിക്കും, നോർമൽ ആയിരിക്കില്ല. അതും എന്താണ്, എലിവേറ്റഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പൊ MMA എന്തായിരിക്കും, എലിവേറ്റഡ് ആണ്. ഹോമോസിസ്റ്റീൻ എലിവേറ്റഡ് ആണ്. എലിവേറ്റഡ് ഹാപ്റ്റോഗ്ലോബിൻ എന്ന് പറയുന്നത്, ഹാപ്റ്റോഗ്ലോബിൻ ലെവൽസ് എന്താണ്, ഹിമോലിറ്റിക് അനീമിയസിൽ എന്താണ് ആണ് ഡിക്രീസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ B12 ഡെഫിഷ്യൻസി അത്രയും റെലവെന്റ് അല്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളും കൂടി മനസ്സിലാക്കുക. അതായത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ അപ്പൊ എന്തൊക്കെ കാണാം, ഹൈപ്പർ സെഗ്മെന്റഡ് ന്യൂട്രോഫിൽസ് കാണാം. അതുപോലെ തന്നെ ഹോമോസിസ്റ്റീൻ ലെവൽസ് എലിവേറ്റഡ് കാണാം. MMA ലെവൽസും എന്താണ്, എലിവേറ്റഡ് ആയിട്ട് കാണാം. അപ്പൊ ഇത്രയും നിങ്ങൾ മൈൻഡിൽ കേട്ടുവെക്കുക. നെക്സ്റ്റ് വരുന്നത്, a patient with microcytic anemia and elevated HbA2 level on hemoglobin electrophoresis most likely has which condition? അതായത് മൈക്രോസൈറ്റിക് അനീമിയ ആണ്. പിന്നെ എന്താണ് കൂടിയിട്ടുള്ളത്, നമ്മുടെ HB ഇലക്ട്രോഫോറസിന്റെ കേസിൽ HbA2 ലെവൽ എന്താണ് കൂടിയിട്ടാണുള്ളത്. അപ്പൊ ആ ഒരു കേസ് ഏതാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓപ്ഷൻ സി ആണ്, ബീറ്റ താലസീമിയ ട്രൈറ്റ് ആണ് വന്നിട്ടുള്ളത്. അതായത് ബീറ്റ താലസീമിയയുടെ കേസിൽ എന്തായിരിക്കും, എപ്പോഴും HbA2 ലെവല് കൂടുതലായിരിക്കും. അതാണ് അതിന്റെ ഒരു കീ ഡയഗ്നോസ്റ്റിക് മാർക്കർ എന്ന് പറയുന്നത്. ബീറ്റ താലസീമിയ ട്രൈറ്റിന്റെ ഒരു കീ ഡയഗ്നോസ്റ്റിക് മാർക്കർ തന്നെ. എല്ലാത്തിനും ഒരു ഡയഗ്നോസ്റ്റിക് മാർക്കർ ഉണ്ടാവില്ലേ, അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് മാർക്കർ ആണ് എന്ത് പറയുന്നത്, ബീറ്റ താലസീമിയ ട്രൈറ്റിന്റെ HbA2 ഇലക്ട്രോഫോറസിൽ കൂടുക എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ ബാക്കി ഓപ്ഷൻസ് കൂടെ ഓടിച്ചിട്ട് പോകാം. അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത് ഒരിക്കലും എന്തായിരിക്കില്ല, HbA2 എലിവേറ്റ് ചെയ്യില്ല. പിന്നെ ആൽഫ താലസീമിയ ട്രൈറ്റ് എന്ന് പറയുന്നുണ്ട്. ആൽഫ താലസീമിയ ട്രൈറ്റിൽ ഒരിക്കലും HbA2 ടിപ്പിക്കലി എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. സിഡ്രോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ ഒരു റയർ ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോസൈറ്റിക് അനീമിയാണ്, അതും എന്തില്ല, HbA2 ഒരു ചാൻസ് ഇല്ല. പക്ഷെ ഇത് നിങ്ങൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റണം, ബീറ്റ താലസീമിയ ട്രൈറ്റിൽ എന്തായിരിക്കും, HbA2 ലെവലാണ് കൂടിയിട്ട് കാണുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a characteristic finding of aplastic anemia? aplastic അനീമിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ഓപ്ഷൻ എ ആണ് പാൻസൈറ്റോപീനിയ വിത്ത് എ ഹൈപ്പോസെല്ലുലാർ ബോൺ മാരോ. ഞങ്ങൾക്ക് ജസ്റ്റ് ഇവിടുത്തെ പാൻസൈറ്റോപീനിയ എന്നും പറയാറുണ്ട്. പാൻസൈറ്റോപീനിയ എന്ന് പറയുന്നത് ഏതാണ്, അപ്ലാസ്റ്റിക് അനീമിയ ക്യാരക്ടർ ചെയ്യുന്ന ഏതാണ്, പാൻസൈറ്റോപീനിയ ആണ്. അതായത് പാൻസൈറ്റോപീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
അപ്പോൾ ഇതിലിപ്പോ നമുക്ക് പാൻസൈറ്റോപീനിയ വിത്ത് ഹൈപ്പോസെല്ലുലാർ ബോൺ മാരോ ഹൈപ്പർ സെല്ലുലാർ ബോൺ മാരോ എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പാൻസൈറ്റോപീനിയ വിത്ത് ഹൈപ്പോസെല്ലുലാർ ബോൺ മാരോ എന്ന് തന്നെ നമ്മൾ എഴുതണം. അതല്ല പാൻസൈറ്റോപീനിയ മാത്രമായിട്ട് അപ്ലാസ്റ്റിക് അനീമിയയുടെ കേസ് ആണെന്നതും കൂടി മനസ്സിലാക്കണം. പാൻസൈറ്റോപീനിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ഓൾ 3 സെൽസും, അതായത് RBC, WBC, പ്ലേറ്റ്ലെറ്റ് എല്ലാം തന്നെ കുറയുന്ന ഒരു കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാൻസൈറ്റോപീനിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് ഓപ്ഷൻ ബി പറയുന്നത് പാൻസൈറ്റോപീനിയ വിത്ത് ഹൈപ്പർ സെല്ലുലാർ ബോൺ മാരോ ആണ്. അതെന്തായിരിക്കും, മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോത്തിലാണ് എന്ത് കാണുന്നത്, പാൻസൈറ്റോപീനിയ വിത്ത് ഹൈപ്പർ സെല്ലുലാർ ബോൺ മാരോ കാണുന്നത്. പിന്നെ മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം, അത് ചോദിച്ചാലും അറിയാൻ പറ്റണം. മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോത്തിലാണ് എന്ത് കാണുന്നത്, പാൻസൈറ്റോപീനിയ വിത്ത് ഹൈപ്പർ സെല്ലുലാർ. പ്ലാസ്റ്റിക്കിൽ ഏതായിരിക്കും, ഹൈപ്പോ സെല്ലുലാർ ആണ്. അപ്പൊ നിങ്ങൾ പാൻസൈറ്റോപീനിയ എല്ലാം കുറയാണ്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, ബോൺ മാരോയുടെ സെല്ലുലാരിറ്റിയും എന്താണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ സി വരുന്നത് ഐസൊലേറ്റഡ് അനീമിയ വിത്ത് ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ്സ്. അതായത് ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് വരുന്ന എന്താണ്, ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് അപ്പൊ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഹീമോലിസിസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് ലോസ് ആയിരിക്കും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റെറ്റിക്കുലോസൈറ്റിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് അല്ലെങ്കിൽ കൗണ്ട് കൂടുന്നത് എന്തായിരിക്കും, ഒന്നെങ്കിൽ ഹീമോലിസിസ് അല്ലെങ്കിൽ ബ്ലഡ് ലോസ് ആയിരിക്കും. ഐസൊലേറ്റഡ് അനീമിയ വിത്ത് നോർമൽ ബോൺ മാരോ അതെന്തല്ല, നമ്മുടെ പിന്നെ അപ്ലാസ്റ്റിക് അനീമിയയുടെ ഒരു സെൽ ലൈൻ അല്ല. ഓക്കെ, അപ്പോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതായിരുന്നു, അപ്ലാസ്റ്റിക് അനീമിയ, പാൻസൈറ്റോപീനിയ, ഹൈപ്പോ സെല്ലുലാർ ബോൺ മാരോ, ഇത് മൂന്നുമാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി നിങ്ങൾ ജസ്റ്റ് ഹൈപ്പർ സെല്ലുലാർ കാണുന്നത് നമ്മുടെ മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോത്തിലാണെന്ന് കൂടി മനസ്സിലാക്കുക. അതുപോലെ റെറ്റിക്കുലോസൈറ്റ് കൂടെ എപ്പോഴായിരുന്നു, ഹീമോലിസിസ് ബ്ലഡ് ലോസിന്റെ ടൈമിലാണ് കൂടുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം.